രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന പരിപാടി ടാങ്ക് നിറച്ചിടുക എന്നുള്ളതാണ് കേട്ടോ. എപ്പോഴാണ് കറണ്ട് പോകുക, വെള്ളം നിൽക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ടാങ്ക് അങ്ങോട്ട് നിറച്ചിടും. പിന്നെ ഇതാ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കുന്ന തിരക്കാണ്. ഈ തിരക്കിന്റെ ഇടയിൽ കിച്ചൺ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ചില സമയത്ത് നോക്കാനേ പറ്റില്ല പാത്രം കഴുകുന്ന സിങ്ങിന്റെ അവസ്ഥയ്ക്കൊന്നും. അത്രയും പാത്രങ്ങൾ വന്ന് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. രാവിലത്തെ ആ ഒരു 2 മണിക്കൂറത്തെ തിരക്കിന് ശേഷമാണ് പലപ്പോഴും പാത്രങ്ങൾ പോലും കഴുകുന്നത്. എങ്ങനെയൊക്കെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചാലും കുട്ടികളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ പോവാണ്ടും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെള്ളയപ്പവും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അവരെ കഴിപ്പിച്ചു. ലഞ്ചെല്ലാം കൊടുത്തു വിട്ട ശേഷം പിന്നെ ഒരു ക്ലീനിങ്ങിന് കയറലുണ്ട്. അതെന്ന് പറഞ്ഞാൽ A to Z ക്ലീനിങ് ആണ്. കിച്ചന്റെ സ്ലാബ് എല്ലാം തുടയ്ക്കുക, കിച്ചണിലെ സ്റ്റൗ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ഒരു തരി അഴുക്ക് പോലും ഇല്ലാണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകിയെടുക്കുക. പാത്രങ്ങളൊക്കെ സിങ്കിൽ കിടക്കുന്നതൊക്കെ കാലിയാവുന്നത് ഒരു 10 മണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ. എപ്പോഴും പറയണ പോലെ തന്നെ നല്ല വൃത്തിയായി കിടക്കുന്ന കിച്ചൺ കാണുമ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഒരു വല്ലാത്ത സന്തോഷമാണ്.